എന്റെ പൊന്നാര ഖദീജ, നമ്മൾ നോക്കുന്നുണ്ട്. എന്തെങ്കിലും ഒരു ബൈ പടച്ചോൻ കാണിച്ചു തരും. ഇനി നമ്മളതിൽ വിട്ടു പറക്കാൻ വല്ലതും ഉണ്ടാ? മുതലാളിയുടെ കുറച്ച് പൈസ സഹായിക്കാന്ന് അവർ ഇങ്ങോട്ട് പറഞ്ഞു. ഇനി എന്നാലും വേണ്ടേ 1.5 ലക്ഷം രൂപ ഇനി നമ്മൾ ഒപ്പിക്കണ്ടേ? എനിക്ക് അറിഞ്ഞൂടാ എന്റെ പൊന്നുകാര ഖദീജ, ഞമ്മക്ക് എങ്ങനെയെങ്കിലും നോക്കാം. എന്തെങ്കിലും ഒരു ബൈ പടച്ചോൻ കാണിക്കും. ശരി, നമ്മളെ ബൈയിട്ട് വിളിക്കാം. പീടിയെ പോണം. ശരി, അസ്സലാമു അലൈക്കും. എന്ത് പറ്റിയേക്ക വിഷമിച്ചിരിക്കുന്നു? പീടിയ പോയില്ലേ? പീടിയെന്ന് കുറച്ച് ഒരു കോള് വന്നിട്ട് നമ്മൾ ഇങ്ങോട്ട് വന്നതാ, മാറിയതാണ്. ഖദീജ വിളിച്ചിരുന്നു. മോന് അറിയാമല്ലോ, നമുക്ക് 3 പെൺകുട്ടികളാണ്. 2ന്റെ നിക്കാതെ നമ്മൾ അന്തസ്സായിട്ട് കഴിച്ച് വിട്ട്. ഇനി ഒരാളെയും കൂടെ ഉണ്ട് ബാക്കി. അപ്പൊ അതിന്റെ ചടങ്ങുകളൊക്കെ എല്ലാം കഴിഞ്ഞു, വളയിടലും കാര്യങ്ങളൊക്കെ കഴിഞ്ഞു. നമുക്കിനി കാശിനാണ് മോനെ കുറച്ച് ടൈറ്റ്. 1.5 ലക്ഷം രൂപ അത് ആലോചിച്ച് നമ്മൾ വിഷമിച്ചിരിക്കുക. എന്ത് ചെയ്യുമെന്നറിയില്ല. എല്ലാം ശരിയാക്കാം. എങ്ങനെ മോനെ അറിയില്ല. അളിയൊരു കാര്യം അറിയും, ഞാൻ ഈ ഗൾഫിൽ വന്ന് കൂലിപ്പണി എടുക്കേണ്ട ഒരാവശ്യം എനിക്കില്ല. ഈ ബിൽഡിങ് ഇതെല്ലാം എന്റെ മാമന്റെ. പറയണ്ട. നീ ഒന്ന് മറ്റേ മസ്കറ്റ് പോയി നീ ഉണ്ടാക്കില്ലേ? എന്തിന്? ഞാൻ മസ്കറ്റ് പോയിട്ടില്ലല്ലോ. മസ്കറ്റ് പോയിട്ട് എന്റെ റൂട്ട് വരുന്നുണ്ടല്ലോ. എന്തോ വിഷയം. അതെന്തില് നമ്മക്കെന്തില് എന്തോ വിഷയം ഉണ്ടെന്ന് പടച്ചോൻ എന്തെങ്കിലും ഒരു ബൈ കാണിക്കും മോനെ. എന്തൊക്കെ പ്രശ്നം? നിങ്ങളൊക്കെ എവിടെ പോയിട്ട് വന്നത്? ഞങ്ങള് രാവിലെ. ഇല്ല മോനെ, ഒന്നും പറയണ്ട. നിങ്ങൾക്കറിയാലോ, ഞമ്മക്ക് 3 പെൺകുട്ടികളാണ്. 2 പേരെ നിക്കാതിക്ക എങ്ങനെയൊക്കെ പടച്ചോന്റെ കൃപ കൊണ്ട് അത് നന്നായിട്ട് നടക്കും. ഒരാളെ വളയിടയിലൊക്കെ കഴിഞ്ഞ് നിൽക്കുന്നു. നമുക്കുള്ള കുറച്ച് പണ്ടവും ഇതൊക്കെ നമ്മൾ ഒപ്പിച്ച് കടമൊക്കെ വിട്ടു. ഇനി ഒരു 1.5 ലക്ഷം രൂപ ചെലവ്. അതിനാണ് 1.5 ലക്ഷം റുപ്യ ഇനി ഞാൻ തരൂക്കാ. എന്താ അവൻ തരും. അവൻ തരും മോനെ. ഇത് 1.5 ലക്ഷം രൂപയാണ് മോനെ. നീ വേണ്ടാത്തൊന്നും പറയല്ലേ. കഴിഞ്ഞ മാസല്ലേ നീ എന്റെ കണക്കെടുത്ത് നാട്ടിലയച്ചത്? അവൻ തരും. അവൻ ആരെയും പറഞ്ഞ് പറ്റിക്കും. എന്റെ മോനെ പടച്ചോൻ കാക്കും. മോനെ എത്ര ഇവിടെ കിടന്ന് അറിയിച്ചാലും എന്റെ മോന്റെ പൈസ സംരക്ഷിക്കാൻ വേണ്ട. ടെൻഷൻ ആവണ്ട. നാളെ കൊടുക്കുന്നില്ല. അവൻ തരും. സന്തോഷമാണ്. പറഞ്ഞത് അവൻ തരും. പടച്ചോൻ കാക്കും മക്കളെ. പടച്ചോൻ കാക്കും. ഇപ്പോഴാണ് ശ്വാസം ഒന്ന് നേരെ കയറി. ഞാൻ ഇപ്പൊ പറഞ്ഞതേ ഉള്ളൂ. വിളിച്ച് പറയും. സന്തോഷം. ഖദീജനെ നമ്മൾ വിളിക്കട്ടെ, വിളിച്ച് പറഞ്ഞേക്കാം. ശരി മോനെ, എന്നാ അങ്ങോട്ട് വീഡിയോ പോണം. ഇവൻ പണിക്ക് പോയില്ലേ? സമയം എന്താ ഇനി വരില്ലേ? അടിച്ച് കിണ്ടിയാ രാവിലെ. സമയമൊക്കെ ഉണ്ട്. നീ പോയി അരമണിക്കൂറോളം ഉണ്ട്. നീ പോയി വാ, ഞാൻ അവിടെ വെയിറ്റ് ചെയ്യാം. പോയി കുളിച്ചിട്ടൊക്കെ വാ. പെട്ടെന്ന് ആവട്ടെ, സമയമല്ല. നമ്മള് പ്രതീക്ഷിച്ചു. ഇന്ന് ഡ്യൂട്ടി ഉണ്ട? ഡ്യൂട്ടി എടുക്കാൻ രാവിലെ പോവാ. മോനെ, ഇന്നലെ പറഞ്ഞ കാശ് എനിക്ക് ഒന്ന് അയക്കാൻ പറ്റുമെങ്കിൽ ഒന്ന് അയച്ചാ വലിയ. ഏത് കാശ്? ഇന്നല്ലേ നീ പറഞ്ഞ 1.5 ലക്ഷം രൂപ? 1.5 ലക്ഷം റുപ്യ? മോനെ ചതിക്കല്ലേ. നിങ്ങൾക്ക് എന്തെങ്കിലും പ്രശ്നങ്ങളൊക്കെ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാവുന്നല്ലേ? ഞാൻ എപ്പോ പറഞ്ഞാ പറയുന്നേ? നമുക്ക് വയ്യ. വേണ്ട മോനെ, നീ പോ. പാലിക്കാൻ പറ്റാത്ത വാക്കൊന്നും ആർക്കും കൊടുക്കല്ലേ. ടെൻഷൻ അടിക്കല നിക്ക. എങ്ങനെ ടെൻഷൻ അടിക്കാതിരിക്കും മോനെ? അവൻ പറഞ്ഞിട്ട് പോയിട്ടില്ലേ? കാശ് ഞാൻ ശരിയാക്കാം. കാശ് ഓക്കെ, ടെൻഷൻ അടിക്കും.